നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിച്ചു. പതിവിലും 8 ദിവസം നേരത്തെയാണ് കാലവർഷത്തിൻ്റെ രംഗപ്രവേശനം. കഠിനമായ ഉഷ്ണതരംഗത്തിൽ നിന്ന് ആശ്വാസം നൽകുന്നതിനോടൊപ്പം കാർഷിക ഉൽപ്പാദനം ഉയർത്താനുള്ള സാധ്യതകളും ഇരട്ടിക്കും. കേരളത്തെ സംബന്ധിച്ച് സുഗന്ധവ്യഞ്ജനങ്ങൾക്കും റബ്ബറിനും നാളികേരത്തിനും നെൽകൃഷിക്കുമെല്ലാം മഴയുടെ വരവ് ഏറെ ഗുണം ചെയ്യും. പ്രതീക്ഷയിൽ റബ്ബർ വിപണിയിലെ മരവിപ്പ് കണ്ട് കാലവർഷത്തിന് മുന്നോടിയായി തോട്ടങ്ങളിൽ റെയിൻ ഗാർഡ് ഒരുക്കാൻ കർഷകർ ഉത്സാഹം കാണിച്ചില്ല. ഷീറ്റ് വിലയിലെ മാന്ദ്യം ഉൽപ്പാദകരെ പിന്തിരിപ്പിക്കുന്ന അവസ്ഥ വ്യവസായികളെ സമ്മർദ്ദത്തിലാക്കും. ഫെബ്രുവരിയിൽ സ്തംഭിക്കുന്ന റബ്ബർ ടാപ്പിംഗ് ജൂണിൽ പുനരാരംഭിക്കും. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ മഴമറ ഒരുക്കിയ തോട്ടങ്ങളിൽ മാത്രമേ വെട്ടുമായി മുന്നേറാൻ കർഷകർക്കാകൂ. പകൽ താപനിലയിൽ കുറവ് മരങ്ങളിൽ നിന്നുള്ള ഈൽഡ് ഉയർത്തും. എന്നാൽ വിപണി വില ഉയർത്താൻ വ്യവസായികൾ മുന്നോട്ട് വന്നാൽ മാത്രമേ ഉൽപ്പാദന രംഗം സജീവമാകൂ. 4ാം ഗ്രേഡ് റബ്ബർ കിലോയ്ക്ക് 198 രൂപയ്ക്കും RSS-5 195 രൂപയ്ക്കും വ്യാപാരം നടന്നു. പ്രതികൂല കാലാവസ്ഥയിൽ നിരക്ക് 200 കടന്ന് 210 ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ഉൽപ്പാദകർ. ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.